സുന്നത്ത് നിസ്കാരം വലിയ കൂലിയുള്ളതാണ്. സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്, വലറകഅതാനി ഖബ്ലൽ ഫജ്രി ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ ഖാല റസൂലുള്ളാഹി. ആയിഷ ബീവിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന, സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഹദീസാണ്. സുബഹിയുടെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത്, സുബഹിയുടെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ദുന്യാവ് അതിലുള്ളത് മുഴുവനും, ഞാൻ പറഞ്ഞില്ല, 1 ഗ്രാമിന് 4500 ലക്ഷം കോടി രൂപയുള്ള വസ്തു, സ്വർണം 16ാം സ്ഥാനത്താണ്, അതിന്റെ അടിയിൽ ഇഞ്ഞിണ്ട് 14. അതൊക്കെ ഉള്ള സംഭവത്തെക്കാൾ കൂലിയാണ് ഇതിന് ഈ 2 റക്അത്ത് സുബഹിയുടെ മുമ്പുള്ള നിസ്കാരത്തിന്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പോ ഇവിടെ 1 സെന്റ് ഭൂമിക്ക് എത്ര ഉണ്ടാവും? 2 ലക്ഷത്തിന് 2 ലക്ഷം, 5 ലക്ഷം, അത്രയൊക്കെ ഉണ്ടോ? അതിലും കൂടും. മാഷാ അല്ലാഹ്. 1 സെന്റ് പറഞ്ഞ എത്ര? 1 സെന്റ് എന്ന് പറഞ്ഞാൽ 40.47 സ്ക്വയർ മീറ്റർ. ആധാരത്തിൽ 6 നഗാണ്. ഒരു 6 എന്ന് പറഞ്ഞാൽ 100 സ്ക്വയർ മീറ്റർ ആണ്, അഥവാ 2.47 1 സെന്റ് പറയുന്നത്. 435 സ്ക്വയർ ഫീറ്റ് ആണ് 1 സെന്റ് പറയുന്നത് പുതിയ അളവിൽ. പഴയ അളവിൽ 18 × 24 432 സ്ക്വയർ ഫീറ്റ് ആണ്. അതുകൊണ്ടാണ് പഴയ അളവ് പുതിയ അളവ് നോക്കുമ്പോൾ കുറച്ച് കുറവുണ്ടാവുമല്ലോ. അത് ആരാന്റെ സ്ഥലം വീരാൻ തിരക്കിയതൊന്നുമല്ല, അത് ഈ കാൽക്കുലേഷനിൽ കുറച്ച് കുറയും. പിന്നെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ദുനിയാവല്ലേ, ഒരു ലേസം അങ്ങോട്ടും കുറച്ചും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും, ആണ് പൊരുത്തപ്പെടുക. ആകെ മരിച്ചുപോയാൽ കിടക്കുന്ന കബറിന് 16 സ്ക്വയർ ഫീറ്റാ. ഒരു ടോയ്ലറ്റിനുണ്ടാവും 20 സ്ക്വയർ ഫീറ്റ് 6.6. എന്നാലോ ഇതിന് എത്ര? ഇതിനുള്ളത് 16 സ്ക്വയർ ഫീറ്റ് ഒരു കബറിന്. എത്ര ഏക്കർ ഉണ്ടെങ്കിലും, എന്റെ വാപ്പാക്ക് 8 ഏക്കർ ഉണ്ട്, അതുകൊണ്ട് ഒരു 12ക്ക് 12 കബർ വേണമെന്ന് ആരെങ്കിലും പറയോ? പറയില്ല. കടക്കണത് അത്രയില്ല. ഖബറിനുള്ളതാണ് ഈ 16 സ്ക്വയർ ഫീറ്റ്. അതിന്റെ ഉള്ളിലുള്ളത് എത്ര അറിയങ്ങള്? അതിന്റെ ഉള്ളിലുള്ളത് 6.45 സ്ക്വയർ ഫീറ്റ് മാത്രം. ഒരു ഹൈറ്റ് ഉള്ള ഒരാൾക്കുള്ള ഉള്ളിൽ കടക്കാൻ, ആ ചെരിച്ച് കടക്കാനുള്ള ആ സ്പേസ് ഞാൻ കറക്റ്റ് ഒക്കെ അളന്നു നോക്കിയാണ്. ഇതിനകത്ത് ലേസർ ടാപ്പ് ഉണ്ട്, അതിന്റെ എല്ലാ വശങ്ങളും ഉള്ള സംഭവങ്ങൾ. നമ്മൾ ഈ സ്ഥല അളവിനൊക്കെ പോകുമ്പോൾ അതിനുള്ള സംഭവമാണ്. അപ്പോ കറക്റ്റാണ് ഈ ഖബറിന്റെ അളവ്, അതിന്റെ ഉള്ളിലെ അളവ് ഒക്കെ അത്രേ. വളരെ എത്രയേ ഉള്ളൂ. എത്ര ഉണ്ടെങ്കിലും അള്ളഹാനോട് നമ്മൾ സ്വർഗം ചോദിക്കുന്നുണ്ട്. ഏതേറിയോ? അർളുഹ സമാവാത്തു വലൽ, ആകാശഭൂമി വിശാലുള്ള സ്വർഗ ചോദിക്കുന്നത്. സ്വർഗത്തിന്റെ ലാൻഡ് വാല്യൂ എത്ര അറിയോ? മൗലിയു ഖദമിൻ, ഫുട്ട് വാല്യൂ. 1 ഫുട്ട് 30 സെന്റിമീറ്റർ, 12 ഇഞ്ച്. 1 ഇഞ്ച് പറഞ്ഞാൽ 2.54 സെന്റിമീറ്ററാ. അതിന്റെ വാല്യൂ എത്ര അറിയങ്ങള്? ഖൈറുൽ ലക മിനദ് ദുനിയാ, ഈ ദുനിയാവിനേക്കാൾ വലിയ സംഗതി അള്ളഹാനോട് ചോദിക്കുന്നത്. ഈ ഭൗതിക ലോകത്തേക്കാൾ വലിയ സംഭവമാണ് ഒരടിക്ക്. അങ്ങനെയുള്ളത് ആകാശഭൂമി വിശാലുള്ള സ്വർഗം അള്ളഹാനോട് ചോദിക്കും. ആരെ അറിയോ? പേരന്റെ വീടിന്റെ പിന്നത്തെ ആൾക്ക് വഴി നടക്കാൻ 1.5 അടി റോഡിന് പിശുക്ക് കാണിക്കുന്ന ആളാണ് അള്ളഹാനോട് ഉളുപ്പില്ലാതെ സ്വർഗം ചോദിക്കുന്നത്. ഉളുപ്പില്ലാതെ ബോധപൂർവം പറഞ്ഞാണ്. ഖബർ വിശാലാകും, വയ്യ വിശാലാക്കിയാൽ. ഞാൻ നാളെ മധ്യസ്ഥം പറഞ്ഞ സമയത്ത് അത് പറഞ്ഞു, ഖബർ വിശാലാകും എന്ന് പറഞ്ഞപ്പോ ഞാൻ ചെരിഞ്ഞടക്കുമ്പോ മാന്തി വിശാലായിക്കൊണ്ട്. ഇങ്ങനെയുള്ള ടീമോ മനുഷ്യന്മാരുടെ അവസ്ഥ എന്താ പോയി. അപ്പൊ അത്രേ ഉള്ളൂ ഈ ദുനിയാവിന്റെ. സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം, വലറകഅതാനി ഖബ്ലൽ ഫജ്രി ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ ഖാല റസൂലുള്ളാഹി. ഈ ഭൗതിക ലോകം ഒരാളെ കയ്യിൽ വരുന്നതിനേക്കാൾ ഏറ്റവും വലുതാണ് സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, ളുഹറിന്റെ മുമ്പ് 2 നിസ്കരിക്കുക, ളുഹറിന്റെ ശേഷം 2 നിസ്കരിക്കുക. അങ്ങനെ ആരെങ്കിലും ഒരാൾ നിസ്കരിച്ച
നിസ്കരിച്ചാൽ കുതിബ ലഹു ബറാഅതൻ മിനൻ നിഫാഖ്, അവന്റെ ഈമാനിന് ഓട്ട വീഴൂല. പാലം കൃത്യമായി കടക്കാനുള്ള ക്വാളിഫിക്കേഷൻ കിട്ടാതെ മരിക്കൂല. അതുകൊണ്ട് ആ സുന്നത്ത് നിസ്കാരം നിർവഹിക്കണം. മൻ സല്ല അർബഅൻ ഖബലൽ അസ്രി, അസ്റിന്റെ മുമ്പ് ആരെങ്കിലും 4 റക്അത്ത് നിസ്കരിച്ചാൽ യർഹമുല്ലാഹ്, അല്ലാഹു തആല റഹ്മത്ത് ചെയ്യും. 4 അസറിന്റെ മുമ്പ് 4 നിസ്കരിച്ചവർക്ക്. അപ്പൊ 2നോ റഹ്മത്ത് പൊട്ടിക്കയ്യ ഇല്ല. ഹദീസിൽ അങ്ങനെയാണ്. അങ്ങനെ ഓരോ സുന്നത്ത് നിസ്കാരങ്ങൾക്കും വലിയ ഫളലുണ്ട്. അങ്ങനെ സുന്നത്ത് നിസ്കാരം നിർവഹിച്ചിരുന്നവരാണ് പൂർവീകർ.